ചെറുപയർ ആദ്യം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം രാവിലെ എടുത്തിട്ട് അത് ബോയിൽ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ ജ്യൂസ് മെഷീനിൽ ഇട്ടിട്ട് നല്ല ബ്ലെൻഡ് ചെയ്യും. കുറച്ച് കല്ലുപ്പ് ആഡ് ചെയ്യണം. അതിൽ ഞാൻ കല്ലുപ്പാണ് ഉപയോഗിക്കാറ്. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇത് ഈ പരുവത്തിലാക്കും. അതിലേക്ക് നമ്മുടെ ഈ മില്ലറ്റ്, കോഡോ മില്ലറ്റ് ഇതേപോലെ സൂപ്പ് ചെയ്ത് വെച്ചത് സെപ്പറേറ്റ് ജ്യൂസ് മെഷീനിൽ ഇട്ടിട്ട് ആഡ് ചെയ്യണം. ഇതേപോലെ മിക്സിയിലിട്ട് അടിക്കണം. അടിച്ചിട്ട് രണ്ടും കൂടി മിക്സ് ചെയ്യണം. ചെറുപയർ സെപ്പറേറ്റ്, അതേപോലെ ഈ കോഡോ മില്ലറ്റ് സെപ്പറേറ്റ് മിക്സ് ചെയ്തതിന് ശേഷം അത് ഒന്നിപ്പിക്കണം. അതേപോലെ ഒന്നാക്കിയിട്ട് വെക്കണം. അതിലേക്ക് ഞാൻ ബട്ടറാണ് ഉപയോഗിക്കാറ്. ബട്ടർ നല്ലതാണ്. അതേപോലെ ഫ്രൈ പാനിലേക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഫ്രൈ പാനാണുള്ളത്, നോൺ സ്റ്റിക്കിൻ്റെ. ഇതേപോലെ ബട്ടർ ഇട്ടതിന് ശേഷം അതിൽ ഈ മിക്സ് ചെയ്തത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതേപോലെ എത്ര ആളുകൾക്ക് കട്ടിക്ക് അനുസരിച്ചാണ് എടുക്കേണ്ടത്. ചില ആളുകൾ ലൈറ്റായിട്ട് ഉപയോഗിക്കും. ഞാനിപ്പോൾ ഇതിലേക്കൊരു 4-5 സ്പൂൺ ഈ കയ്യിൽ മിക്സ് ചെയ്ത് കട്ടി തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതേപോലെ അതിലേക്ക് അളവിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അതേപോലെ ഫ്രൈ പാനിലേക്ക് ഇട്ട് ഇതേപോലെ ചെയ്യാം. എന്നിട്ട് ഇത് ഇതേപോലെ ഒരു മൂടി എടുത്ത് മൂടിയാണ്. കരിഞ്ചീരകം നല്ലതാണ്. ഇതുപോലെ കരിഞ്ചീരകം അതിൻ്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. സാധനം കരിഞ്ചീരകം. ഇതേപോലെ നല്ല ഒരു കുറച്ച് ക്രിസ്പി ആവണമെന്നുണ്ടവർക്ക് ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും